ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുടെ വോട്ട് ആർക്കൊക്കെ അത്ര കൂലങ്കുഷമായിട്ടാണോ ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് വേറൊരു വിഷയമാണ്. എന്നാൽ പോലും ഇപ്പോൾ എ പി സുന്നി വിഭാഗം പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഇ കെ സുന്നി വിഭാഗം ലീഗിൻ്റെ ഒരു സപ്പോർട്ട് ബേസാണ്. രണ്ട് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശപരമായ എതിരാണ്. പുത്തൻ വാദക്കാരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവരുടെ പൊസിഷൻ. ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകുന്നത് അനിതര സാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അടിയൊഴുക്കിന് കാരണമായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ, അതോ ഇത് തൊലിപ്പുറത്തെ വെറും വിവാദമായിട്ട് അവസാനിക്കുകയും സാധാരണ ജനങ്ങൾ അതിലൊന്നും ഒരു തരത്തിലും ഇൻട്രസ്റ്റഡ് ആവാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് ഈ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ അത് ബാധിക്കില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലുമൊക്കെ സമസ്തയും ലീഗും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആ രീതിയിൽ വലിയ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അവിടെ മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറെ കൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. കാരണം നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഒരുപാട് സുന്നി മുജാഹിദ് പോലെയുള്ള മുസ്ലിം സംഘടനകളുടെ കീഴിൽ ഒരുപാട് മഹല്ല് പള്ളികൾ തന്നെ ഉള്ള ഒരു സ്ഥലമാണിത്. അതായത് സമസ്ത വോട്ടുകൾക്ക് കുറെ കൂടെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതായത് ആദ്യം അൻവറിനെ UDF കൂടെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഞാൻ അതിലൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സമസ്ത വോട്ടുകൾക്ക് പ്രാമുഖ്യം ഉണ്ട് എന്ന് പറഞ്ഞു. ലീഗിൻ്റെ നേതാക്കൾ ഏതാണ്ട് വോട്ടർ പട്ടികയിലെ ഒരു പേജിന് ഒരാൾ എന്ന മട്ടിൽ ലീഗിൻ്റെ കുട്ടികൾ ഇവിടെ വർക്ക് ചെയ്യാണ്. ശരിയാണ്, മറ്റ് സാമുദായിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ UDFൻ്റെ കള്ളിക്ക് പുറത്തേക്ക് ആ വോട്ട് പോകുമോ? അതായത് ലീഗ് കൃത്യമായി ഈ മണ്ഡലത്തിൽ പണിയെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ UDF ജമാഅത്ത് ബന്ധമുണ്ട് എന്ന് CPM കൃത്യമായി അവസാന റൗണ്ടിലും ആ ആരോപണത്തിൽ തന്നെ നിൽക്കുമ്പോൾ UDFന് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതിൻ്റെ കാരണം ഇപ്പോൾ നേരത്തെ റിസാലയുടെ കാര്യം പറഞ്ഞു. കാന്തപുരം വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാരികയാണ് റിസാല എന്ന് പറയുന്നത്. VD സതീശൻ ജമാഅത്തിൻ്റെ ആശയങ്ങൾ മാറിയിട്ടുണ്ട്, അവരെ കൂടെ കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് സമസ്തയുടെ പ്രതികരണം എന്നോ എന്നാണ്. തൊട്ടടുത്ത ദിവസം EK സമസ്തയുടെയും AP സമസ്തയുടെയും നേതാക്കൾ പ്രതികരിക്കുകയാണ്. അങ്ങനെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതൊരു സൂചനയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തുന്നത് നിങ്ങൾ എങ്ങനെയാണ് RSSനെതിരെ പോരാടുന്നത് എന്നാണ് AP സമസ്ത റിസാലിനെ ചോദിച്ചത്. ഒരു വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെയുള്ള ഒരു ഇഴകീറി പരിശോധനയൊക്കെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് നടക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെ അതായത് നിലമ്പൂരിലേക്ക് വരുമ്പോൾ അതായത് കുറേ സുന്നി വോട്ടുകൾ അതല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കുറെ കൂടെയുള്ള മലയോര മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ രീതിയിൽ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ അനുയായികളോ അതല്ലെങ്കിൽ EK സമസ്തയുടെയൊക്കെ പ്രധാനപ്പെട്ട അനുയായികളുണ്ടെങ്കിൽ അവർ വഴിയൊക്കെ ഒരു പക്ഷേ ആ വോട്ടുകൾ വിഭജിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ ഒരുപക്ഷെ UDFന് സാധിക്കുമായിരുന്നു. പലപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് UDFൻ്റെ നേതാക്കൾ ലീഗിൻ്റെ നേതാക്കളൊക്കെ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ P ജയരാജൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈ കേരളം രാഷ്ട്രീയ മുസ്ലിം എന്ന് പറയുന്നു. ആ പുസ്തകത്തിൽ മദനിക്കെതിരെ വലിയ വിമർശനം നടത്തുന്നുണ്ട്. പക്ഷെ തിരിച്ചൊരു ചോദ്യം ഒരുപക്ഷെ സതീശനോ അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ചോദിക്കാമായിരുന്നു. അങ്ങനെ മദനിയെ ഇത്രത്തോളം വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ PDPയെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ പ്രതിരോധം നടത്താമായിരുന്നു. ആ രീതിയിലുള്ള പ്രതിരോധം UDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും CPM അതേ വിമർശനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടൊരു പക്ഷേ നിലമ്പൂരിൽ സമസ്ത വോട്ടുകൾ കിളക്കം തട്ടിയാൽ അത് UDFന് ക്ഷീണം ചെയ്യും. അതുമാത്രമല്ല കുറെ കൂടെ UDF വോട്ടുകൾ അതല്ലെങ്കിൽ CPMന് പോയിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ അൻവറിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അൻവറിന് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ UDFന് വലിയ ക്ഷീണം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത്